കണ്ണൂരിലെ പ്രബലനായ CPIM നേതാവ് തനിക്കൊപ്പമുണ്ടെന്ന വെളിപ്പെടുത്തലുമായി PV അൻവർ MLA. തന്നെ പിന്തുണയ്ക്കുന്ന നേതാവ് പാർട്ടിയിൽ സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളാണെന്ന് PV അൻവർ പറഞ്ഞു. അൻവറിന്റെ കൂടെ വർഗീയ ശക്തികൾ മാത്രമാണുള്ളതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. കണ്ണൂരിനെ പറ്റി അൻവറിന് മനസ്സിലായിട്ടില്ലെന്നായിരുന്നു DYFIയുടെ മറുപടി. അതേസമയം രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ പുറത്തുവിട്ടെന്ന പരാതിയിൽ അൻവറിനെതിരെ വീണ്ടും കേസെടുത്തിട്ടുണ്ട്. കണ്ണൂരിൽ നിന്നുള്ള ഏറ്റവും വലിയ പ്രബലനായ ഒരു നേതാവ് ഈ വിഷയത്തിൽ എന്നോടൊപ്പമാണ്. അവർ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രബലനായ നേതാവ് CPM ലീഡർ. താങ്കളുടെ യോജിച്ച് പാർട്ടിയുടെ പ്രവർത്തനമായിട്ട് അല്ല, ഇതൊരു പാർട്ടി സംവിധാനമായി പോവുകയാണെങ്കിൽ സഖാക്കൾ അതിനനുസരിച്ച് പ്രതികരിച്ചാൽ സഖാക്കളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും സ്നേഹിക്കുന്ന ഒരുപാട് ലീഡേഴ്സ് ചെറുതും വലുതുമായവർ ഈ എന്താ പറയുക, ഇതിപ്പോൾ ഒരു ട്രെയിനിൻ്റെ എഞ്ചിനാണ് ഞായറാഴ്ച പ്രഖ്യാപിക്കപ്പെടുന്നത്. ഒരു നേതാവിൻ്റെയും പിന്തുണയില്ല, ഒരു അനുഭാവിൻ്റെയും പിന്തുണയില്ലാത്ത അവസ്ഥയിലേക്കാണ് അൻവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ പറയുന്നത് അൻവറിന് പിന്തുണയായതാ UDFൻ്റെ പിന്തുണയുണ്ട്, ജമായത്ത് ഇസ്ലാമിൻ്റെ പിന്തുണയുണ്ട്, SDPIയുടെ പിന്തുണയുണ്ട്. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും വർഗീയ ശക്തികളുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ പിന്തുണയുണ്ടെന്ന് കണ്ടാൽ മതി. അഷ്കർ അലി കരിമ്പ് നൽകും വിവരങ്ങൾ. അഷ്കർ, അൻവറിന്റെ ആരോപണങ്ങളെ അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകളെ പൂർണ്ണമായും തള്ളുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പക്ഷേ അൻവർ ഉന്നയിച്ച ആരോപണം ഇപ്പോൾ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഒക്കെ വഴിവെച്ചിരിക്കുകയാണ്. ഏത് നേതാവിന്റെ പിന്തുണയാണ് കണ്ണൂരിൽ നിന്ന് അൻവറിന് ലഭിക്കുന്നത് എന്നതാണ് ചോദ്യം. വിനീത, സർക്കാരിൻ്റെ നീക്കം PV അൻവറിനെ പൂട്ടാൻ ഉറച്ചു തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഒരു സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിൻ്റെ സൂപ്രണ്ടാണ് ഇപ്പോൾ PV അൻവറിനെതിരെ ഒരു ഭരണകക്ഷി MLA ആയിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ പാർട്ടിക്ക് പുറത്തായിട്ടുള്ള MLAക്കെതിരെ മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നത്. ഈ പരാതിയുടെ സ്വഭാവം തന്നെ ഗുരുതരമാണ്. അഥവാ പോലീസിൻ്റെ രഹസ്യങ്ങൾ പുറത്തു വിട്ടു എന്നുള്ളതാണ് ഗുരുതരമായ ആരോപണം. സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ഫോൺ ചോർത്തുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ PV അൻവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. ആ ഉപകരണം ഉപയോഗിച്ചിരുന്നത് തന്നെ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയും അടക്കമുള്ള ആളുകളുടെ ഫോൺ ചോർത്തുന്നു എന്നായിരുന്നു PV അൻവറിന് ഗുരുതരമായ വെളിപ്പെടുത്തൽ. എന്നാൽ ഈ വെളിപ്പെടുത്തലോടെ തന്നെ ഇത്തരത്തിൽ ഫോൺ ചോർത്തുന്നു എന്ന വിവരം പുറത്തറിയാൻ സാഹചര്യമുണ്ടായി. അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ പേരുവിവരങ്ങൾ പുറത്തുവിട്ടു എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അരീക്കോട് SOG ഗ്രൂപ്പിൻ്റെ SOGയുടെ സൂപ്രണ്ടായിട്ടുള്ള SP മഞ്ചേരി പോലീസിൽ പരാതി നൽകുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സീക്രട്ട് ആക്ട് പ്രകാരവും IT ആക്ട് പ്രകാരവും PV അൻവറിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഭാവിയിൽ ജാമ്യമില്ലാ വകുപ്പുകളടക്കം ഉൾപ്പെടുത്തി ശക്തമാക്കാൻ കഴിവുള്ള വകുപ്പുകൾ തന്നെയാണ് ഇപ്പോൾ തന്നെ പോലീസ് ഇതിലിട്ടിരിക്കുന്നത്. അത് ആവശ്യമാകുന്ന ഘട്ടത്തിൽ PV അൻവറിനെ പൂട്ടാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു കേസിലേക്ക് പോലീസ് പോയിരിക്കുന്നു, ഇല്ലെങ്കിൽ സർക്കാർ പോയിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ പറയുന്നത് പോലെ തന്നെ കണ്ണൂരിലെ പ്രബലനായ നേതാവ് ആര് എന്നുള്ള ചോദ്യം ശക്തമാവുകയാണ്. PV അൻവർ ഇന്ന് രാവിലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇത്തരത്തിൽ കണ്ണൂരിലൊരു പ്രബലനായ നേതാവ്, അതും സംഘടനാ പദവികൾ വഹിക്കുന്ന ഒരു നേതാവ് തന്നെ പിന്തുണയ്ക്കുന്നുണ്ടെന്നുള്ള കാര്യം വെളിപ്പെടുത്തിയത്. എന്നാൽ അത് P ജയരാജനാണോ എന്ന്, അഥവാ നേരത്തെ തന്നെ രാഷ്ട്രീയ വിലയിരുത്തലുണ്ടായ അല്ലെങ്കിൽ അത്തരത്തിൽ ആരോപണം നേരിടേണ്ടി വന്ന P ജയരാജനാണോ എന്നുള്ള ആ ചോദ്യത്തിന് ഒറ്റയടിക്ക് തന്നെ PV അൻവർ അത് നിഷേധിക്കുകയുണ്ടായി. രണ്ടാമതായി EP ജയരാജനാണോ അത് എന്നുള്ള ചോദ്യം നമ്മൾ ഉന്നയിച്ചു. പക്ഷേ ജയരാജന്മാരല്ലാത്ത പലരും കണ്ണൂരിലുണ്ടല്ലോ എന്നായിരുന്നു PV അൻവറിൻ്റെ മറുപടിയും മറുചോദ്യവും. അങ്ങനെയെങ്കിൽ അത് ആരായിരിക്കും എന്നുള്ള ചോദ്യമാണ് ഇനി കാത്തിരിക്കുന്നത്. എന്തായാലും 6-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മഞ്ചേരിയിൽ ഇപ്പോൾ PV അൻവർ തന്നെ വലിയൊരു ജില്ലാതല രാഷ്ട്രീയ വിശദീകരണ യോഗം വിളിച്ചു ചേർക്കുന്നുണ്ട്. അന്ന് ആ വേദിയിലേക്ക് അങ്ങനെ ആരെങ്കിലും എത്തുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അതിനി കാത്തിരിക്കേണ്ടത് 6-ാം തീയതിയിലെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനവും അതിൻ്റെ സമ്മേളനം കൂടിയായിരിക്കും. വിനീത.